ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാന്റ് ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. ഇന്നത്തെ വീഡിയോ കുറച്ച് ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, കുറച്ച് ഗാർഡൻ വിശേഷങ്ങൾ. കാരണം കെയറിങ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ. കാരണം രാത്രി മഴ, പകല് നല്ല വെയിൽ. അപ്പൊ പിന്നെ നമ്മൾ ഫെർട്ടിലൈസർ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഇന്നപ്പോ കുറച്ച് ഫ്ലവേഴ്സിനെ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഇത് നമ്മുടെ ഒരു എപ്പോഴും കാണിക്കാറുള്ളതാണ്. പിന്നെ പുതിയൊരാള് ഇതേപോലത്തെ തന്നെ വിരിഞ്ഞിട്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാമേ. ഇതാണ് പുതിയ ആള്, അതായത് ഇയാളെ പോലെ തന്നെ ഇരിപ്പില്ലേ. പക്ഷെ ഇത് ഇയാള് വിരിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡില് വന്നിട്ട് ഇങ്ങനെ ഒരു റെഡ് ആയിട്ട് മാറുന്നതാണ്. പക്ഷെ ഈ പുള്ളിക്കാരത്ത് ഈ കളർ തന്നെയാണ്, റെഡ് തന്നെയാണ്. പിന്നെ നമ്മുടെ സിംഗിൾ പെറ്റൽ റെഡ് ആൻഡ് വൈറ്റ്. ഇത് എൻ്റെ വിത്ത് മുളച്ച 3 സിംഗിൾ പെറ്റൽ വൈറ്റ്. പക്ഷെ ഇത് 3ഉം വിത്ത് മുളച്ചതാണെങ്കിലും ഫ്ലവറിന്റെ ഒരു ഷേപ്പിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഷേപ്പ് അല്ലല്ലോ ഇതിന് കണ്ട, അതേപോലെ ഇതിന്റെ ഷേപ്പ് കണ്ട, ഇങ്ങനെ ഒരു പരന്ന, അതിന്റെ പെറ്റൽസ് ഒക്കെ എഡ്ജസ് ഒക്കെ പരന്നത് പോലെയാണ് ഇരിക്കുന്നത്. അതിന്റെ പൂക്കളൊക്കെ ഇപ്പൊ ഏതാണ്ട് കൊഴിയാറായിട്ട്, അത് കൂടുതലും ഈ മഴ പെയ്തിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പൊ ഇത് 3 ടൈപ്പില്. അതിന്റെ ലീഫിനും കുറച്ചൊക്കെ ഒരു വ്യത്യാസമുണ്ട്. ഇത് പുതിയതായിട്ടുണ്ടായ ഒരു 2 സീഡ് പോഡാണ് കേട്ടോ. ഇത് നമ്മുടെ അറബിക്കൻ വെറൈറ്റി ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിന് ഫ്ലവർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആദ്യമായിട്ട് ഫ്ലവർ ഇട്ടതാണ്. ആദ്യമായിട്ട് തന്നെ ആ ഫ്ലവറിൽ തന്നെ സീഡ് പോഡ് ഉണ്ടാവുകയും ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഐഡിയ പോലും അറിയാൻ പാടില്ലാത്ത ഒരാളാണ് കേട്ടോ. സത്യത്തിൽ എനിക്ക് ഈ അറബിക്കം അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതിന്റെ ഇലയൊക്കെ നല്ല വെൽവെറ്റ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഐഡിയയും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പൊ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ ഐഡിയ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇത് പക്ഷെ ഇപ്പൊ ആദ്യം പൂട്ടയിൽ തന്നെ സീഡ് പോഡ് ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ച എന്റെ ഇരിക്കണ അറബിക്കൻ വെറൈറ്റീസ് ആണ്. ഒരു 10 സീഡെങ്ങാണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 10ല് 8 എണ്ണം മുളച്ചു കിട്ടി. ഇത് നമ്മുടെ നിറച്ചും പൂവിടാറുള്ള ആ വലിയ പൂവില്ലേ, അത് ആ വീടിന്റെ നിറയെ പൂവിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട്. ഈ മഴ ഇടയ്ക്ക് ഓരോ പണി വരുമെന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുപോലെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.